ബിഗ് ബോസ് സീസൺ 7 ആദില, നൂറ, അതേപോലെ ബിന്നി ഇവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, അനുമോൾക്ക് എങ്ങനെയാണ് അവിടെ നോക്കിയാൽ ഇവിടെ കാണാൻ കഴിയുന്നത്, പിന്നെ എങ്ങനെയാണ് നമ്മൾ ബോട്ടിൽ ഊതിയാണ് ഉണക്കുന്നതെന്നൊക്കെ കണ്ടത്, അവൾ വെറുതെ പറയുന്നതാണ്, അവളെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് പുറത്തിടുന്നു. ആദില നൂറിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് എൻ്റെ ഇത് കേട്ടോണ്ട് വരുന്നുണ്ട്. ഷാനവാസ് ചോദിക്കുന്നുണ്ട്, ആരെക്കുറിച്ചാണ് നിങ്ങളിവിടെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ഞാൻ ആ അനുമോളുടെ കാര്യമാണ് പറഞ്ഞത്, അവൾ വലിയ ഹൈജീൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവളെങ്ങനെയാണ് നമ്മളിവിടുന്ന് വായും കൊണ്ട് ഊതി എന്നൊക്കെ കാണുന്നത്, നമ്മൾ ബോട്ടിലിൻ്റെ ഉള്ളിൽ ഊതുന്നുണ്ട് എന്നൊക്കെ എങ്ങനെയാണ് കാണുന്നത്, അവൾ കാണാത്ത കാര്യം പറയാം, നമ്മളാരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് നൂറ പറയുന്നുണ്ട്. ആ സമയത്ത് ഈ ടാസ്ക് തുടങ്ങിയപ്പോൾ തന്നെ ആദിൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്, ഊതി അതിൻ്റെ ഉള്ളിൽ ഉണക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയാണ് നൂറ എന്ന് പറഞ്ഞത് അത് ഭയങ്കര മോശമാണ്, അവർ കണ്ടു കഴിഞ്ഞാൽ അത് റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് അത് നിർത്തിയത്. പക്ഷേ ഷാനവാസ് അത് കണ്ടിട്ട് പോലും മൈൻഡ് ആക്കിയില്ല, ഒരു ടവലെടുത്ത് കൊടുത്താൽ ആദ്യം തുടയ്ക്കാൻ എന്നാണ് പറഞ്ഞത്. ഷാനവാസ് അതുപോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു, ഞാനെല്ലാം നോട്ട് ചെയ്യും, ഞാനെല്ലാം നോട്ട് ചെയ്തിട്ട് കുപ്പികൾ ഞാൻ എടുക്കുള്ളൂ എന്ന് അനുമോൾ പറഞ്ഞു. അങ്ങനെ 2 മാംഗോ, അതായത് ആര്യൻ്റെ മാത്രമാണ് അനുമോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ ബോട്ടിലും അനീഷേട്ടൻ്റെ എല്ലാം റിജക്റ്റ് ചെയ്ത സമയത്ത് ആ ഒരു സങ്കടത്തിലെല്ലാം തന്നെ നശിപ്പിക്കുന്നുണ്ട്. 2 ബോട്ടിൽ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അനീഷേട്ടൻ അങ്ങനെ ചെയ്ത് വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് നൂറ് അപ്പോഴേക്കും അനീഷേട്ടൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അനീഷേട്ടൻ പിന്നെ ആ ഒരു പ്രശ്നം കഴിഞ്ഞ ശേഷം ആരോടും മിണ്ടാണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്.